എവരിബഡി. നമുക്കിന്ന് മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂരമീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മഞ്ഞളും ഉപ്പും പുരട്ടിയിട്ട്, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, വെറും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം പുരട്ടി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മീൻ. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം മീൻ കഷ്ണങ്ങളാണുള്ളത്. അതിന് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള വറക്കാനും പിന്നെ അച്ചാറിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നല്ലെണ്ണ കുറച്ചധികം വേണ്ടി വരും, നല്ലെണ്ണ അതിന് മുകളിലേക്ക് നിൽക്കണ എണ്ണ. പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി അത് അളവ് പറയുന്നില്ല. നമ്മൾ മീനച്ചാർ നല്ല അയഞ്ഞ് വരണം, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വിനാഗിരി അയഞ്ഞ് വരുന്നത് വരേക്ക്, അച്ചാറൊന്ന് അയഞ്ഞ് നിൽക്കുന്നത് വരത്തേക്കും വിനാഗിരി നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് ഒരു കനമുള്ള ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. നമുക്കതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നേരെ വറുത്തെടുക്കാം. പിന്നെ ഈ മീനിൻ്റെ മുള്ള് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. മുള്ള് കളഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മുള്ള് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മീൻ നന്നാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് അതിൻ്റെ നടുക്കിലത്തെ മുള്ള് മാത്രമാണല്ലോ ചൂരമീൻ ഉണ്ടാവുള്ളൂ. നടുക്കിലത്തെ മുള്ളൊന്നുകൊണ്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മുള്ള് വലിഞ്ഞിങ്ങോട്ട് പോരും. പിന്നെ നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ചെയ്തത്. ഇതുപോലെ. പിന്നെ നമ്മൾ വറക്കുമ്പോൾ വേണമെങ്കിൽ സെൻറ്റർ ഒന്ന് കുത്തി കൊടുത്താൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു കിട്ടും. വറുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മുള്ള് അതിന്ന് എടുക്കാനായിട്ട് പറ്റും. അത് എളുപ്പമാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കണതെന്ന് മാത്രം. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. നന്നായി വറുത്തെടുക്കാനുണ്ട് ഈ മീന്. കാരണം അച്ചാർ കുറേ കാലം നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ. സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ജലത്തിൻ്റെ അംശം മുഴുവൻ കളഞ്ഞാൽ മാത്രമേ നമുക്കത് കുറേ ദിവസം കേടുകൂടാതിരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലത്തെ വെള്ളം മുഴുവൻ വറ്റിച്ച് എടുക്കുന്നത്. മീനായതുകൊണ്ട് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിനെ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം വറവായിട്ടുണ്ട്. ഈ ചൂരമീൻ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അതുപോലെ ഉടഞ്ഞു പോകുമൊന്നുമില്ല. അത് നമ്മൾ മറിച്ചിടുമ്പോഴും ഇതാകുമ്പോഴും ഒന്നും ഉടഞ്ഞു പോകില്ല മീൻ. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് മറിച്ചിടുമ്പോൾ ഒന്നും അത് ഉടഞ്ഞു പോകുന്നൊന്നുമില്ല. നമ്മൾ ആ കട്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്. ഇപ്പോഴും അടിക്ക് പിടിക്കില്ല. കണ്ടോ, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയും മതി. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ആ അതേ എണ്ണയിൽ തന്നെയാണ് വീണ്ടും പാചകം ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറയാൻ മറന്നുപോയി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അതിനൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെയും വെള്ളം നന്നായി വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ രണ്ടും കൂടെ ചേർന്നാൽ. അപ്പോൾ എപ്പോഴും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് അതുപോലെ നന്നായി മൊരിഞ്ഞ ഒരു പരുവായിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ ഈ പരുവത്തിലാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി അത് അടുക്കി പിടിക്കില്ല. ഇനി നമ്മളതിൽ നേരത്തെ എടുത്ത് വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സുർക്കി ഒഴിച്ചു കൊടുക്കാനുണ്ട്. വിനാഗിരി കണ്ടോ, ഒരു വല്ലാത്തുള്ള ഒരു പച്ചമണം ഒന്ന് മാറി ഇപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് പിടിച്ചു കഴിഞ്ഞു. അടുക്കി പിടിക്കുന്നത് തന്നെയായിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി നന്നായി വറുത്തെടുക്കുന്നത് അടുക്കി പിടിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായി തിളയ്ക്കണം. ആ ഗ്രേവി ഒന്ന് പാകമായിട്ട് ത്തോളം അച്ചാറിന് എത്ര അയവ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം.
ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഉപ്പ് ഗ്രേവിയിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിലത് മീൻ വറുത്തതിൽ തന്നെ ഉപ്പുണ്ടാവും, അപ്പോൾ ഈ ഗ്രേവിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വേറെ ഇല്ല. ഞാൻ ഇട്ട് കൊടുത്തതിൽ ഉപ്പില്ല, ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം. അതിൽ ഒരു ഉപ്പ് ഒരു ലേശം മേലേക്ക് നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു പാകമാണ് അച്ചാറിന് നല്ലത്. ഇത് നമുക്ക് കേടുകൂടാതെ വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുകൂടാതിരിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങളോളം.